ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ളതും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ നന്നായിട്ട് ഇഷ്ടമാവുന്ന നല്ലൊരു വെജ് റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത്. നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വെജ് റൈസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുക്കറാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് എണ്ണ ഒന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്, ഈ ഒരു അളവിൽ. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ ഈ നെയ്യെല്ലാം നന്നായിട്ടൊന്ന് ഉരുകി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു 4 ഗ്രാമ്പു, ഒരു ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും. ഇത്രയും നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ്, മുഴുവൻ പെരിഞ്ജീരകം കൂടി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ ഈ ഒരു അളവിൽ കുറച്ച് മുന്തിരിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതും ചേർക്കുകയാണ്. ഇത് രണ്ടും പിന്നീടല്ല നമ്മളിതിലേക്ക് വറുത്ത് ചേർക്കുന്നത്, ഈ ഒരു സമയം തന്നെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നല്ല രീതിയിൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതിയാവും. എല്ലാം ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഫ്ലേവർ എല്ലാം നമ്മുടെ റൈസിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള. അത്യാവശ്യം മീഡിയം സൈസിൽ ഒരല്പം കൂടി വലുതായാലും കുഴപ്പമൊന്നുമില്ല, ഒരേ ഒരു സവാള മതിയാവും. തീരെ ചെറിയ സവാള ആണെന്നുണ്ടെങ്കിൽ, അതായത് തീരെ പൊടിയായിട്ടുള്ളൊരു സവാള ആണെന്നുണ്ടെങ്കിൽ മാത്രം 2 എണ്ണം മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ മാത്രമേ സവാള ചേർക്കാൻ പാടുള്ളൂ, ഒരുപാട് ചേർക്കരുത്. സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാനിപ്പോൾ ഫ്ലെയിമെല്ലാം മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. മീഡിയത്തിൽ വെച്ച് വഴറ്റി എടുത്തുമ്പോഴത്തേക്കും നമ്മുടെ സവാളയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് മാത്രം മതിയാവും, നന്നായിട്ട് കളർ മാറണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് പച്ചമുളകും കൂടി. ഒരു 3 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഓരോ പച്ചമുളക് 4 ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. അതിനോടൊപ്പം തന്നെ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് കേട്ടോ. തീരെ ചെറിയ തക്കാളിയിൽ ഒരു തക്കാളി. എന്നിട്ട് അതിനുള്ളിൽ ആ കുരുവൊക്കെ, ആ ഫ്ലഷ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർക്കുന്ന കാര്യങ്ങളൊന്നും അധികമായി പോകരുത്. അധികമായി പോയാൽ നമ്മുടെ ആ ചോറിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് മാറും. അപ്പോൾ ഈ ഒരു അളവിൽ ഞാനിപ്പോൾ എടുക്കുന്ന റൈസിൻ്റെ ആ ഒരു അളവിന് മാത്രമേ ഈ ഒരു കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു ക്യാരറ്റും കൂടി. ഞാനിപ്പോൾ അത്യാവശ്യം വലിയൊരു ക്യാരറ്റിൽ ഒരേ ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. കൂടെ തന്നെ ഒരു 10 ബീൻസ് എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും വെച്ചിട്ടുള്ളത്. ഫ്ലെയിം തീരെ കുറയ്ക്കേണ്ട ആവശ്യമില്ല, കൂട്ടിയാലും ഫ്ലെയിം കുറയ്ക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. സാധാരണ നമ്മൾ സ്പെഷ്യൽ റൈസൊക്കെ വീട്ടിൽ തയ്യാറാക്കാറുള്ളത് ഈ അവധി ദിവസങ്ങളിലൊക്കെ ആയിരിക്കും. മിക്കവാറും പേരുടെ വീട്ടിലും അവധി ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഈ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വെജ് റൈസാണിത്. ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഈ ഒരു സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഫസ്റ്റിലേ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് ഇതെല്ലാം കൂടി കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയം ചേർക്കേണ്ടത്. കൂടെ തന്നെ നമ്മുടെ വെജിറ്റബിൾസിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ മാത്രം ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഈ പച്ചക്കറികളെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ട് ലൈറ്റായിട്ട് ഇതെല്ലാം ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഈ ഒരു സമയം നമുക്ക് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമാണ്
കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന റൈസും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗൾ നിറയാണ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. കൈമ റൈസിന് പകരം നമുക്ക് ജീരകശാല റൈസും എടുക്കാവുന്നതാണ്. അല്ല നമ്മുടെ ബിരിയാണി അരിയിൽ തയ്യാറാക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. കൈമ റൈസ് അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ റൈസ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും എടുക്കേണ്ടത് ഇതുപോലെ ഒരു ബൗൾ, അതായത് 300 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ അരി എടുത്തിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ എത്ര ഗ്രാം അളവിൽ അരി എടുത്താലും ഇതുപോലെ ഏതെങ്കിലും ഒരു ബൗൾ നിറയത്തക്ക രീതിയിൽ വേണം അത് എടുക്കാനായിട്ട്. അതിനുശേഷം വേണം നമുക്ക്, എങ്കിൽ മാത്രമേ ആ കറക്റ്റ് അളവിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ അരിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ അരിയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കിട്ടേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ വെജ് റൈസ് തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ എപ്പോഴും ഇങ്ങനെ ഒന്ന് വറുത്ത് തയ്യാറാക്കി എടുക്കുന്നതാണ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിലും ആ പെർഫെക്റ്റ് രീതിയിൽ നമ്മുടെ അരിയെല്ലാം കിട്ടുന്നത് കേട്ടോ. പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് നമുക്കിത് കിട്ടും. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഫ്ലെയിം ഒരുപാട് കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലെയിം ഒന്നും കുറയ്ക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ 1 മിനിറ്റ് കൊണ്ട് നമ്മളെല്ലാം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരി അളന്നെടുത്തിട്ടുള്ളത് ആ ഒരു ബൗൾ നിറയാണ്. ആ ഒരു ബൗൾ നിറയെ എടുക്കുമ്പോഴത്തേക്കും 2 ബൗളിനനുസരിച്ചിട്ടാണ് വെള്ളം വെക്കേണ്ടത്. 1 കപ്പ് അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം, ആ ഒരു രീതിക്ക്. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കി തിളപ്പിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ നേരിട്ട് പച്ചവെള്ളം ചേർക്കരുത്. നേരത്തെ നമ്മൾ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരല്പം കൂടി ഉപ്പ് ചേർക്കുകയാണ്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ റൈസ് എല്ലാം ചെറുതായിട്ടൊന്ന് വെന്ത് ഇങ്ങനെ ഈ ഒരു രീതിക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ സമയത്ത് നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ലൈറ്റായിട്ട് മാത്രമേ വെള്ളം കാണാൻ പറ്റുന്നുള്ളൂ. ഈ ഒരു സമയം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് ഒന്ന് അടച്ച് വെക്കാം. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ മാത്രം വെച്ചിരുന്നാൽ മതിയാവും. കൂടുതൽ സമയം നമ്മളിത് വെച്ചിരിക്കാൻ വേണ്ടി പാടില്ല. അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരട്ടെ. ഇതിപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ഈ 2 വിസിൽ മാത്രം മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പ്രഷർ കംപ്ലീറ്റും പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇതിലെ കംപ്ലീറ്റ് പ്രഷർ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെയാണ് വരുന്നത്. നമ്മുടെ റൈസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യും കൂടി ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം പതുക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, പരസ്പരം ഒന്നും മുട്ടിപ്പിടിക്കാതെ നല്ല സൂപ്പറായിട്ടാണ് നമ്മുടെ ഈ റൈസ് കിട്ടിയിട്ടുള്ളത്. ഒട്ടും മസാലകളൊന്നും ആവശ്യമില്ലാതെ പക്ഷേ വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെജ് റൈസാണ്. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാകും. ഒരു തവണ ട്രൈ ചെയ്യുന്നവർ വീണ്ടും വീണ്ടും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പേരിലും നല്ല ടേസ്റ്റി ആയതിൻ്റെ പേരിലും എപ്പോഴും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.